ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച കാര്യം ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്യമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ വാക്യം. ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമാണ്, പൊതുജനം പറഞ്ഞൊരു കാര്യമല്ല. ശിഷ്യന്മാരാണല്ലോ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ട് സന്തോഷത്തോടുകൂടി എല്ലാം വിട്ട്, പടകും വലയും വിട്ട് ഇറങ്ങിത്തിരിച്ചവരുണ്ട്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിട്ട് ഇറങ്ങിത്തിരിച്ചവരുണ്ട്. യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് ഒരു സുഖമായിട്ട് അവർ കണ്ടവരുണ്ട്. കാരണം അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അവരുടെ ഭൗതിക കാര്യത്തിനെല്ലാം അവനെ കൊള്ളാവുന്നവനാണ്. ഇവൻ്റെ കൂടെ കൂടിയാൽ എല്ലാം നല്ലതാണ് എന്ന് ചിന്ത. എല്ലാം ഭൗതികമാണ് കേട്ടോ. എന്നാൽ നിത്യതയെക്കുറിച്ചോ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ചോ ഓർക്കുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യം കർത്താവ് വന്നപ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ അവരുടെ ഭൗതിക കാര്യങ്ങളും അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നും എല്ലാം മരിച്ചോറിയത്തുകൾക്ക് അത്ഭുതങ്ങളൊക്കെ ഒത്തിരി കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കർത്താവിൻ്റെ ആ സംസാരം കുറച്ചുകൂടെ ഗൗരവമായി. ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ചായി, നിത്യതയുടെ കാര്യത്തെക്കുറിച്ചായി, പിതാവായ ദൈവത്തെക്കുറിച്ചായി, താൻ ആരാണെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനിവിടെ വന്നത് ഒരു ഐഹിക ലോകത്തിലെ നേതാവാകാൻ വേണ്ടിയല്ല, റോമൻ കൈസറുടെ കയ്യിൽ നിങ്ങളെ വിടുവിക്കാനൊന്നും വന്നതല്ല. എനിക്ക് നിങ്ങളുടെ ആത്മാവാണ് വിഷയം. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ തരാൻ ഞാൻ തയ്യാറായിട്ട് വന്നവനാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കാര്യത്തിലേക്ക് വന്നു. അപ്പോഴങ്ങനെയാണ് ഇടറിപ്പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞത്. അവന് ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമാണ് സംസാരിച്ചു. നിങ്ങൾക്കൊരാത്മാവുണ്ട്, അത് പിശാചിൻ്റെ ബന്ധനത്തിലാണ്. അതവർക്ക് വഹിക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നില്ല. പിശാചിൻ്റെ ബന്ധനത്തിലാണെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ചോസൻ ജനമാണ്, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ ജനമാണ്, അബ്രഹാമിൻ്റെ സന്തതികളാണ്, മോശ ന്യായപ്രമാണം അവർക്ക് കൊടുത്തതാണ്. ഇതെല്ലാം വെച്ചിട്ട് അവർക്ക് യാഗമുണ്ട്, ദേവാലയമുണ്ട്, അവരുടെ പുരോഹിതന്മാരും ലഭ്യന്മാരും പഠിപ്പിക്കുന്നതൊക്കെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ കുഴപ്പമില്ലെന്ന് പറയുന്നവരാണ്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്, അവരുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണ്. പൊതുജനത്തിന് മുമ്പിൽ അവരെക്കുറിച്ച് വലിയ അപ്രീസിയേഷനാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾ പുറമേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു മാറ്റവുമില്ല. ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയം നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണുന്നില്ല. ദൈവം ഹൃദയം നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലില്ല. ദൈവം നിങ്ങളുടെ ഹൃദയം നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ്റെ ആത്മാവില്ല. ദൈവം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ വെറും ജഡീകരാണ്. പ്രിയപ്പെട്ടവർ, ഇതാണ് അവർക്ക് ദഹിക്കാൻ പറ്റാത്തത്. പലപ്പോഴും അവനെ കല്ലെറിയാൻ നോക്കി, പിന്നെ ആ മലയുടെ ഉടലിൽ നിന്ന് താഴോട്ട് തള്ളിയിടാൻ നോക്കി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. ഇന്നും ഈ കാലഘട്ടത്തിലും അനേകരും യേശുവിനെ തള്ളി പറയുകയാണ്. യോഗത്തിന് വരുന്നവരാണ്, വേല ചെയ്യുന്നവരാണ്, ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുന്നവരാണ്, ഹൃദയം കൊണ്ട് ദൈവത്തെ തള്ളി പറയുന്നത്. കാരണം ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമർപ്പണം എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതം 100% കർത്താവിന് കൊടുക്കുന്നതാണ്. കർത്താവ് ഭരിക്കാൻ വിട്ടുകൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തേജസ്സോടെ ഇറങ്ങി വന്ന് ഒരു മനുഷ്യനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റിയാൽ മാത്രമേ അവന് രൂപാന്തരം വരികയുള്ളൂ. സ്വർഗത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവാത്മാവിനെ അവനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ 10 കന്യാകുമാരുടെ സംഭവത്തിനകത്ത് തന്നെ 10 പേര് ഒരുപോലെ ഇറങ്ങിത്തിരിച്ചവരാണെങ്കിലും 5 പേരോട് പറഞ്ഞൊരു വാക്കെന്നറിയാമോ? പോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജീവിച്ചതോ സമർപ്പണങ്ങളോ തീരുമാനങ്ങളോ, വിളക്ക് എണ്ണ ഉണ്ടായിരുന്നതോ വിളക്ക് കത്തുന്നതായിരുന്നു, അതിന് വല്ല വാല്യൂ ഉണ്ടോ? ഒരു വാല്യൂമില്ല പ്രിയപ്പെട്ടവരെ. ആത്മീയത്തിൽ 100% അല്ലാത്ത ഒരു കാറ്റഗറി ഇല്ല. അവർക്ക് വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് വരുമ്പോഴത്തേക്കുള്ള എണ്ണയില്ലായിരുന്നു. അല്പം അലസത വന്നു. ആത്മീയതയെക്കുറിച്ച് വില കുറച്ച് കണ്ടു. ആത്മനിർവെന്നൊരു കാര്യം അവർ ചിന്തിച്ചില്ല. എൻ്റെ മണവാളൻ എന്നെ പ്രസാദിക്കുന്നത് ഞാൻ പൂർണ്ണമായി മാറുമ്പോഴാണ്, പൂർണ്ണമായി പരിശുദ്ധാത്മ എൻ്റെ മേൽ നിറയുമ്പോഴാണ്. ഒരു പൊടിയോ പൊട്ടോ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അവൻ്റെ നിർമ്മല കന്യയാണ് ഞാൻ. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ച കാര്യത്തിനകത്തില്ല. ഈ 5 പേർക്ക് അലസരായിരുന്നു. അവരുടെ ഉള്ളിൽ ലോകവുമുണ്ട്, ആത്മീയവുമുണ്ട്. എന്നാൽ 5 പേരുടെ കാര്യത്തിനകത്തോ അവർ കംപ്ലീറ്റ് ഡിവോട്ടഡ് ആയിരുന്നു. യജമാനനെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമല്ലാതെ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. മണവാളൻ്റെ പാതിവൃത്യമുള്ള കന്യകയായിട്ട് ഞാൻ നിൽക്കും, അതിന് എന്ത് വിടേണ്ടി വന്നാലും തയ്യാറാണ്. ഇതായി ഈ വ്യത്യാസം എന്നൊക്കെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ സമർപ്പണം ഇല്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും, എവിടെങ്കിലും വെച്ച് ഇടറിപ്പോകും.
നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. എൻ്റെ പ്രിയരെ, നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, രക്ഷയുടെ മർമ്മം പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഇടറാനുള്ള കാരണം? പറഞ്ഞ്, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അതൊട്ടും ദഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ പുതിയതായി ജനിക്കണം. അതിനേക്കാൾ കട്ടിയുള്ള കാര്യം. എങ്ങനെയാ? ഈ കാലത്തിൽ നമ്മൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ജന്മം നമുക്കുണ്ടോ? എന്ത്? പരിശുദ്ധാത്മാവ് നമ്മളെ ടേക്ക് ഓവർ ചെയ്തോ? പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണ് നിയന്ത്രിക്കണം, നമ്മുടെ ചെവി നിയന്ത്രിക്കണം, നാവ് നിയന്ത്രിക്കണം, ചിന്ത നിയന്ത്രിക്കണം, വികാരം നിയന്ത്രിക്കണം. അവയവങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന മനുഷ്യൻ, അതാണ് പുതുജനനം എന്ന് പറഞ്ഞത്. പണ്ട് പിശാച് നിയന്ത്രിച്ചിരിക്കുന്ന മനുഷ്യനെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. അതാ പുതിയ ജനനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനുള്ള ജനനം, പരിശുദ്ധാത്മാവ് വന്ന ശേഷമുള്ളൊരു മാറ്റം. അപ്പോൾ ഈ വ്യക്തി ഇതുവരെ അടിമനുഖത്തിലായിരുന്നു, നരകത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ജന്മം വന്നപ്പോൾ എന്തു പറ്റി? അവന് ശിശുഹൃദയം കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ മേലെ ഇറങ്ങി, അവൻ്റെ കാഴ്ചപ്പാട് മാറി, അവൻ നിത്യജീവൻ ലക്ഷ്യമാക്കി പോകുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമായിട്ട് മാറുന്നു. നമുക്ക് വീണ്ടും ചിന്തിക്കാം. കർത്താവ് പറഞ്ഞു തന്ന രക്ഷയുടെ മർമ്മം എന്താ പറഞ്ഞ്? യോഹന്നാൻ 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ. പുത്രനെ മാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവക്രോധം അവൻ്റെ മേൽ വരുമെന്നാണ് പറയുന്നത്. ഇന്ന് ദൈവക്രോധവുമായി ജീവിക്കുന്ന അനേക ആത്മീയരുണ്ട്. അവരുടെ മേൽ ദൈവക്രോധമുണ്ടെന്ന് അറിയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ പുത്രനെ മാനിക്കുന്നില്ല, പുത്രൻ്റെ വചനം മാനിക്കുന്നില്ല, പുത്രൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നില്ല. പുത്രൻ പറയുന്ന അക്ഷരപ്രകാരം അനുസരിക്കണം എന്നുള്ള നിർബന്ധമില്ല. ഈ വചനം നമുക്ക് അനുസരിക്കാനുള്ള വചനമാണ്. എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ വചനം അനുസരിക്കാനുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം, കൊതിക്കണം, ചോദിക്കണം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ പോവുകയാണ്, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയില്ല, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾ അനാഥരല്ല, നിങ്ങളെ വഴി നടത്താൻ ഒരു നാഥനുണ്ട്, ഒരു ഉപദേഷ്ടാവുണ്ട്, ഒരു കാര്യസ്ഥനുണ്ട്. നിങ്ങളെ ഇടം വലം നിങ്ങൾ തെറ്റിപ്പോകാതെ നേർപാത നടത്താൻ നിങ്ങളുടെ കരം പിടിക്കാൻ ഒരു പരിശുദ്ധാത്മാവ് വരും. ഞാൻ ഇല്ലെങ്കിലും സാരമില്ല, അക്ഷരികമായി ഞാൻ ഇവിടെ ഭൂമിയിൽ ഇല്ലെങ്കിലും എൻ്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും, എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും, എൻ്റെ ആത്മാവ് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. പാപബോധം നിങ്ങൾക്ക് തരും, കുറ്റബോധം നിങ്ങൾക്ക് തരും, നിത്യജീവനിലേക്കുള്ള വഴി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. ആ വിലയേറിയ പരിശുദ്ധാത്മാവിനെ ഇന്ന് അനേകർക്ക് മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനേകർ വിഷമിക്കുന്ന എനിക്കറിയാം. ഉള്ളിൽ ആത്മാവുണ്ടോ? അറിയാൻ പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ ആവാസം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പാപത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന അറിയുന്നില്ല. തകർന്ന ഹൃദയത്തിൻ്റെ ആത്മാവിനെ നാം തിരിച്ചറിയുന്നില്ല. നമ്മളെ വിനയപ്പെടുത്തുന്ന, നമ്മൾ ഏതുമില്ലെന്ന് ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് വരുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രിയരെ, യേശുവിനെ മാനിക്കാനും യേശുവിൻ്റെ വചനമനുസരിക്കാനും മാത്രം തീരുമാനമുള്ളൊരു ഹൃദയം നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. യേശു പറഞ്ഞു, നിങ്ങൾ പുതിയതായി ജനിക്കണം. യേശു വീണ്ടും പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ നിത്യജീവനുള്ളൂ. പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുത്രനെ മാനിക്കുക, പുത്രനെ ബഹുമാനിക്കുക, പുത്രൻ്റെ വചനം അനുസരിക്കുക, പുത്രനെ അവൻ്റെ കാൽപാദത്തിൽ എല്ലാം സമർപ്പിക്കുക. അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലായിക്കൊണ്ട് അവനെ എല്ലാമായി കണ്ടുകൊണ്ട് അവനെ കർത്താവായി അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കാൽപാദങ്ങൾ വീഴുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണം. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. നമുക്ക് അതിൻ്റെ സമർപ്പണമൊക്കെ ഉണ്ടോ? യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൻ കാര്യം ചെയ്തതെന്ന് ഇവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനുള്ള നന്ദിയും കടപ്പാടും കൊണ്ട് ഹൃദയം അലിയുന്നുണ്ടോ? സ്തോത്രം. ഞാൻ എന്ത് ചെയ്യേണ്ടു കർത്താവേ? ഞാൻ എത്രയോ നിസ്സാര മനുഷ്യൻ. എനിക്ക് ആത്മീയമായ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ചേറ്റിൽ കടന്നവനായിരുന്നു. നീയെങ്കിലും എന്നെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എത്ര വലിയ ബന്ധം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. അതൊന്നും എന്നോട് കണക്ക് ചോദിക്കാറ്. നീ എന്നെ സ്നേഹിച്ചല്ലോ കർത്താവേ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായല്ലോ കർത്താവേ. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ നീ ക്ഷമിച്ചു തന്നല്ലോ കർത്താവേ. ആഴമേറിയ ബന്ധനങ്ങൾ അറുത്ത് മുറിച്ച് തന്നല്ലോ കർത്താവേ. നിന്നെ സ്നേഹിക്കാനൊരു നല്ല ഹൃദയം എനിക്ക് തന്നല്ലോ പിതാവേ. നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നല്ലോ പിതാവേ. നിൻ്റെ തിരുരക്തത്തിൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ കർത്താവേ. ഞാൻ എന്തുള്ളൂ എൻ്റെ ദൈവമേ, നിനക്ക് സ്തോത്രം. നന്ദിയും കടപ്പാടും കൊണ്ട് അവൻ്റെ കാൽപാദത്തിൽ എല്ലാം കൊണ്ടും ഇറക്കി വെക്കുന്ന മനോഹരമായ അവസ്ഥ.
ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ അവൻ്റെ മേൽ ആത്മാവുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അവന് പിന്നെ ഈ ലോകത്തുള്ള ഒന്നും അവനൊരു വിഷയമേ അല്ല. അവനൊരാളെ അവൻ കണ്ടു, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ആ ഉയർത്തുന്നേറ്റ ക്രിസ്തു, എൻ്റെ അടുവിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു, എന്നോട് ജീവൻ ചോദിച്ച ക്രിസ്തു അവൻ്റെ കാൽപാദത്തിലെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നെ സമാധാനമല്ലേ, സന്തോഷമല്ലേ? ഈ ഭൂമിയിൽ സ്വർഗം തുടങ്ങാണ് പ്രിയരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ കൂട്ടായ്മയും ദൈവമക്കളൊക്കെ ഒന്ന് മാറട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വരട്ടെ. ക്രിസ്തു നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നറിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ മാനിക്കും, ബഹുമാനിക്കും, ആദരിക്കും, അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കും, അവന് വേണ്ടി ജീവിതം എല്ലാം കൊടുത്തിരിക്കും. ഒരു സംശയമില്ല. സമർപ്പണം ഓട്ടോമാറ്റിക്കാണ്. സമർപ്പണം ദൈവസ്നേഹത്തെ പ്രതി മാത്രമേ നടക്കുകയുള്ളൂ. എന്തിന് ഞാനിതൊക്കെ വെച്ചുകൊണ്ടിരിക്കണം? എനിക്കൊരു ഉടയവനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എന്നെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ മുമ്പിൽ എനിക്കൊന്നും വേണ്ട. ഞാൻ ഏകനായി അവൻ്റെ കാൽപാദത്തിൽ വീഴുന്നു. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നില്ല. അത് വലിയൊരു കട്ടിയേറിയ ഒരു വാക്കാണ്. ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ തന്നെ ജീവനാണ്. എന്നെ മാനിക്കുന്നവന് വഴി ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നെ മാനിക്കുന്നവന് സത്യത്തിൽ നടക്കാൻ പറ്റും. എന്നെ മാനിക്കുന്നവന് ജീവൻ ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യജീവൻ്റെ അവകാശമായി പാപം തൊടാതെ, പിശാചിൻ്റെ അതിക്രമങ്ങൾ ഏൽക്കാതെ, ദൈവത്തിൻ്റെ തീമയുടെ സംരക്ഷണമുള്ളതായി ജീവനുള്ളവനായി ഇവിടെ നിൽക്കും. ദൈവത്തോട് ബന്ധമുള്ളവനായി, ദൈവത്തോട് നേരിട്ട് താല്പര്യമുള്ളവനായി, ദൈവസന്നിധിയിൽ പ്രാർത്ഥന മുകളിലോട്ട് ചെല്ലുവാൻ പാകത്തിന് ദൈവമായിട്ടുള്ളൊരു ബന്ധം ലഭിക്കുന്ന ജീവൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭൂമി ജീവിക്കുമ്പോൾ നമ്മളിത് ആഗ്രഹിച്ചില്ലെങ്കിൽ പ്രായം കടന്നങ്ങ് പോവുകയാണ്. ഞാൻ ചിന്തിക്കായിരുന്നു, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ എത്ര വയസ്സായി? ഈ നീണ്ട കാലങ്ങൾ ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായിട്ട് എൻ്റെ ദൈവനെ നടത്തി. വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പണ്ടും മാനസാന്തരപ്പെടുന്നതിന് മുമ്പും എനിക്ക് വലിയ പണക്കാരനാകണമെന്നോ ഈ ലോകത്തിൻ്റെ കംഫർട്ടെല്ലാം ആസ്വദിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയോ ദാഹിക്കുന്ന ഒരു ഹൃദയം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നെ സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന അറിയാത്തതായൊരു ദാഹം ഈ ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്, ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതുവരെ എനിക്ക് പിടികിട്ടിയിരുന്നില്ല. ഭാഗ്യമായിപ്പോയി പ്രിയരെ. അതുകൊണ്ടാണ് ജീവിതത്തിൽ പിന്മാറ്റം വരാതെ എൻ്റെ പിതാവ് ഇതുവരെ നടത്തിയത്. സത്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ജീവനുള്ള ക്രിസ്തുവിന് വേണ്ടി എന്ത് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ദൈവത്തോട് ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തെറ്റെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് കാണിച്ചു തന്നാൽ ഞാൻ ആ നിമിഷം വിട്ടുകൊള്ളാം. ഞാൻ വാദിക്കത്തില്ല, ന്യായം പറയുകയില്ല. പക്ഷെ നീ എന്നോട് ഇടപെടണം. നിന്നെ എനിക്ക് വേണം. ആർക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാലും, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും നീ എൻ്റെ ഹൃദയത്തിൽ പാർക്കണം. കർത്താവേ, നീ എനിക്കൊരു ഭാഗ്യം തരണമേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അനേകർ അതുവഴി പോവും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം പേര്. സമൂഹങ്ങൾ വലുതുണ്ടെങ്കിലും കൂട്ടായ്മ വലുതാണെങ്കിലും രക്ഷപ്പെടുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എനിക്കതിൽ ഒരാളായിത്തീരണം. അത് വചനമാണ്, കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്കാണ്. ഇത് അംഗീകരിക്കാത്തവരാണ് ഇടറിപ്പോകുന്നത്. മാനസാന്തരപ്പെടണമെന്ന് പറയുന്ന ആ വചനം അംഗീകരിക്കത്തില്ല. പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞത് അംഗീകരിക്കത്തില്ല. ഞാൻ തന്നെ വഴിയും സത്യവുമാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. അല്ല, ഇടുക്കുവാതിലൂടെ പോകണം. വിശാലമായ ലോകം വിട്ട് ഇടുക്കുവാതിലൂടെ പോകണം. ആ ഇടുക്കുവാതിൽ കണ്ടെത്തുന്നവരും ചുരുക്കം എന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടെത്തിയോ? ഇടുക്കമുള്ള വാതിൽ കണ്ടെത്തിയോ? ഞെരുക്കമുള്ള വഴി കൂടെ യാത്ര തുടരുന്നുണ്ടോ? കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുന്നുണ്ടോ? നിങ്ങളുടെ സമർപ്പണത്തിന് തടസ്സമായി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തെ വശീകരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, അതെല്ലാം നിങ്ങൾ വിട്ടോ? നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ഒരു മരണക്കടക്കയിലേക്ക് നിങ്ങൾ പോവുകയാണെന്ന് അറിയാമോ? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ യേശുവിൻ്റെ കരം നിങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ടോ? ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. അത് തന്നെത്താൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർത്താവ് വീണ്ടും പറഞ്ഞു, മത്തായി സുവിശേഷം 10-37 വാക്യം, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ദഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒറ്റ വചനം മതി ഇടറിപ്പോകാൻ. എന്താ കർത്താവ് പറഞ്ഞത്? എനിക്കതെന്ത് സുഖമുള്ള കാര്യമാണെന്നറിയാം.
നീ കർത്താവിനുള്ള സ്നേഹത്തെക്കാൾ അധികം നിൻ്റെ ബന്ധങ്ങളൊന്നും വരാൻ പാടില്ല. ബന്ധങ്ങളിലേക്ക് എനിക്കറിയാം, എൻ്റെ മൂത്ത പെങ്ങൾ എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചതാണ്. ആ മൂത്ത പെങ്ങളാണ് എന്നെ ഏറ്റവും അധികം ഞാൻ മാനസാന്തരപ്പെട്ടുള്ള എന്നോട് എതിർത്ത് തന്നത്. എനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ആദ്യത്തെ പൈസ ഞാൻ എൻ്റെ പെങ്ങൾക്ക് അയച്ചു കൊടുത്തത്. അത്രമാത്രം ഒരു ബന്ധനമായിരുന്നു എനിക്ക് പെങ്ങളെന്ന് പറയുന്നത്. പക്ഷേ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ചെയ്തത് വല്ലതും നിൻ്റെ പെങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ നിൻ്റെ പെങ്ങൾക്ക് പറ്റുമോ? നിൻ്റെ ജീവനം സുരക്ഷിതമാക്കാൻ നിൻ്റെ പെങ്ങൾക്ക് പറ്റുമോ? നിൻ്റെ ആത്മാവിൻ്റെ ബന്ധനം അഴിക്കാൻ നിൻ്റെ പെങ്ങൾക്ക് പറ്റുമോ? നിത്യജീവൻ തരാൻ നിൻ്റെ പെങ്ങൾക്ക് പറ്റുമോ? ഞാൻ തോറ്റു. ഞാൻ താളടിയായി വീണു. അന്ന് എൻ്റെ ബന്ധനം ഒഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ജീവിതത്തിൽ കർത്താവിനേക്കാളധികം ഒന്നിനോടും പ്രിയപ്പെടാൻ പറ്റില്ല. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും യേശു തയ്യാറല്ല. ഒന്നുകൂടെ പറഞ്ഞു, മത്തായി 16:24 പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തതിൻ്റെ പിന്നാലെ വരണമെന്ന്. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വരും. അത് സ്വാഭാവികം. എന്തിനാണ്? നമ്മുടെ ആളത്വം എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ. നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ, പൊറുപൊറുപ്പിക്കുന്നുണ്ടോ, ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ടോ, എന്താണ്? അപ്പോൾ എല്ലാം അനുകൂലമായാൽ ദൈവം നല്ലതാണ്, പ്രതികൂലമായപ്പോൾ ദൈവത്തിന് മാറ്റമുണ്ടോ? ചിലപ്പോൾ ദൈവസാന്നിധ്യം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, നീ മൗനമായിരുന്നാലും നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കും. അന്ധകാരം മൂടിയാലും എനിക്ക് പോകാൻ വേറെ ഇടമില്ല. നീ എന്നെ അതുപോലെ സ്നേഹിച്ചു പോയി. നീ ഇന്നലെയും ഇന്നും എന്നും അനന്യൻ. നിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ പാടില്ല, വരികയില്ല. ഞാൻ പാപത്തിൽ വീണാലും നിൻ്റെ സ്നേഹത്തിന് കുറവില്ല. യൂദയോട് നീ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഇത്രമാത്രം വെറുക്കപ്പെട്ടവനായിരുന്നു കർത്താവിന് വെറുപ്പുണ്ടോ? ഇല്ല പ്രിയരെ, കർത്താവ് ആരെയും വെറുക്കില്ല. എനിക്ക് പാളിച്ച പറ്റിയാലും ആ പാളിച്ച മനസ്സിലാക്കി തന്നെ എന്നെ പൊക്കിയെടുക്കുന്ന ഒരു നല്ല സ്നേഹമാണ്. കർത്താവ് വീണ്ടും പറഞ്ഞു, നിനക്ക് സൽഗുണ സമ്പൂർണ്ണമാകാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ. ഇതെന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം യൗവനക്കാരനോടാണ് പറഞ്ഞത്. യൗവനമോഹങ്ങൾ തുറത്ത് കയറി വരികയാണ്. പക്ഷെ അവനോട് പറഞ്ഞു, എല്ലാം വിട്ടേ പറ്റുള്ളൂ. പ്രിയരെ, ഇതൊക്കെ ഇടർച്ചയുടെ കാര്യമല്ലേ? രക്ഷപ്പെടാൻ വേറെ എന്താ മാർഗം? നമുക്ക് തന്നെ താൻ സ്വർഗത്തിലേക്ക് വഴിവെട്ടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കർത്താവ് പറഞ്ഞ് ഇതിന് കീഴ്പ്പെട്ടും വിനയപ്പെട്ടും അനുസരിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ഇതനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? സകലം വിട്ടുപിരിയണമെന്ന് പറഞ്ഞു. പറ്റുമോ? പറ്റില്ല. കർത്താവ്, ഇത് പറ്റിയേ പറ്റുള്ളൂ. ഇതെൻ്റെ ജീവിതത്തിൽ നടന്നേ പറ്റുള്ളൂ. നിൻ്റെ കൃപ എൻ്റെ മേലെ ഇറങ്ങിയേ പറ്റുള്ളൂ. നിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നേ പറ്റുള്ളൂ. ഈ വചനം എനിക്ക് മാധുര്യമാക്കി തന്നേ പറ്റുള്ളൂ. ഇതനുസരിക്കാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് എനിക്ക് തന്നേ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്? എത്ര പേരും അതിനു വേണ്ടി ഉപവാസം എടുക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയമാണ്. ഹൃദയം ആര് ഭരിക്കുന്നു? ഹൃദയത്തിൽ ഇപ്പോഴും ആ ചെറുകുറുക്കന്മാരുണ്ടോ? വലിയ പാപങ്ങളൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ചെറിയ പാപങ്ങളുണ്ടോ? ചെറിയ പാപങ്ങളുണ്ടെങ്കിൽ അത് അവൻ്റെ തന്ത്രമാണ്. വലിയ പാപത്തിലേക്കൊന്നും പോകുന്നില്ല, ചെറിയ പാപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തുകൊണ്ട്? പിശാച് അവിടെ ഉണ്ട്. ദൈവത്തിനവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ? ദൈവത്തിൻ്റെ വേല അവിടെ നടക്കൂ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ ഭൂമിയിലെ അനേകരോട് സത്യം പറയാനുള്ള ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് പൂർണ്ണമായും സാത്താൻ്റെ അവകാശത്തിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ. ദൈവത്തിന് സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ നാവെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ, എൻ്റെ ബുദ്ധിയെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ, എൻ്റെ വികാരങ്ങൾ എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ആരോഗ്യം എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായ നിയന്ത്രണം എൻ്റെ മേൽ വേണം. ഞാൻ വിട്ടുകൊടുക്കണം. ദൈവം ഹൃദയം നോക്കുമ്പോഴും അവിടെ പിശാചുണ്ടെങ്കിൽ, ചെറുകുറുക്കന്മാരുണ്ടെങ്കിൽ വേലി പൊളിയും സംശയമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട രക്ഷയുടെ മർമ്മം ഇത്ര മനോഹരമായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാലേ അനേകരെ നോക്കി ദൈവം കരയാണ്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, ആമോ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്നിട്ടും എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ രോഗം ശമനമാകാത്തത് എന്ത്? എൻ്റെ പ്രിയരെ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ? കർത്താവായ യേശു ക്രിസ്തു വന്നു. അവൻ ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. അവൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് മാറ്റമില്ലെങ്കിലോ? ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലേ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലേ?
പ്രിയപ്പെട്ടവരെ, വീഴ്ച പറ്റിയാലും മടങ്ങി വരാൻ പറ്റാത്തത് എന്തുകൊണ്ട്? വീണെടുത്ത് കിടക്കുകയാണോ നീ? നിന്റെ അലസ മനോഭാവം നീ മാറ്റുക. വീണ്ടും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കാലാളുകളോടുകൂടി നീ ഓടിയാൽ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടി എങ്ങനെ ഓടും? സമാധാന ദേശത്ത് നിന്ന് നിർഭയനായി കഴിയുന്നു. എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? എന്താ യോർദാൻ്റെ വൻകാടെന്ന് പറയുന്നത്? നിന്റെ മരണക്കിടക്കയിൽ ആരും നിന്നെ സഹായിക്കും. പേടിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല. കർത്താവ് ഇത്രമാത്രം നമുക്ക് അടുത്തുണ്ടായിട്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലിങ്ങനെ പൊരുന്നി ആവശ്യത്തെ നമ്മളതിന് വില കൊടുക്കാത്തത് എന്താണ്? നമ്മളിപ്പോഴും ഇടറുകയല്ലേ? ഇതാരെക്കൊണ്ട് സാധിക്കും? നമ്മുടെ ഉള്ളിൽ പറയുകയല്ലേ, പുറമേ പറയത്തില്ല. നമ്മളോട് അനുസരിക്കാൻ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കാൻ അവിടെ ഇടറുകയാണ്, അവിടെ ആത്മാവ് മാറിപ്പോവുകയാണ്. പിന്നെ ആത്മാവ് ഇങ്ങോട്ട് വരികയില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആത്മാവ് വരികയില്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇറങ്ങുകയില്ല, പാപമൊന്നും വരികയില്ല. സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം വരും. അത് പിശാച് തരുന്ന വ്യക്തിയൊരു കെണിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യനോട് വാടിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെ, ജഡമാണ് എപ്പോഴും അവനെ ഓവർടേക്ക് ചെയ്യുന്നത്. ഇത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒരു സുവർണകാലം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആയുസ്സാണ്. എൻ്റെ അപ്പനും വല്യപ്പനും ആയുസ് വളരെ കുറവായിരുന്നു. പക്ഷേ എൻ്റെ ദൈവത്തിന് ഇത്രത്തോളം എനിക്ക് ആയുസ് തന്നു. എന്തുകൊണ്ട്? ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട്. ദൈവം പറയുമോ? നിങ്ങളെ നോക്കി അങ്ങനെ പറയുമോ? എനിക്കവനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അവന് ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. അവന് രോഗം വരാതെ ഞാൻ കാക്കുകയാണ്, അവന് ഞാൻ ആരോഗ്യം കൊടുക്കുകയാണ്, അവൻ്റെ നാവിന് ഞാൻ ബലം കൊടുക്കുകയാണ്. എന്തേ? ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ വേലക്കാരനാണ് ഞാൻ. എനിക്ക് സാധാ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റില്ല, സാധാ മനുഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റില്ല, സാധാ മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ജെറമ്യാ പ്രവചനത്തിനകത്ത് പറയണ്ടേ, കൂശിന് തൻ്റെ തൊക്കും പുള്ളിക്ക് തൻ്റെ പുള്ളി മാറ്റാൻ കഴിയുമോ? ഒരിക്കലും സാധിക്കത്തില്ല. എന്നാൽ ദോഷം ശീലിച്ച നിങ്ങൾക്ക് മാറാൻ കഴിയും. ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ എത്ര കാലം ഈ വചനം എടുത്തുകൊണ്ട് ദൈവസേനയിൽ പോയിരുന്നതറിയാം. കർത്താവെ, അസാധ്യമായ കാര്യമാണ് ഈ പറഞ്ഞത്. കൂശിന് തൊക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീങ്കുറവയ്ക്ക് അവൻ്റെ തൊലിയുടെ കറുപ്പ് നിറം മാറ്റാൻ പറ്റില്ല. പുള്ളിക്ക് എൻ്റെ പുള്ളി ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മൃഗങ്ങളുടെ കാര്യത്തിനകത്ത് യാതൊരു മാറ്റം വരില്ല. അത് പാരമ്പര്യം അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പുള്ളികൾ, നിൻ്റെ നിറം, നിൻ്റെ കറുത്ത നിറം, പിശാച് അവകാശം പറയുന്ന അന്ധകാരം, നിൻ്റെ പുള്ളികൾ, പിശാചിൻ്റെ മാർക്ക്, ചൂടടയാളം, പിശാചിൻ്റെ ചൂടടയാളം നിൻ്റെ മേലുണ്ട്, അവൻ്റെ അന്ധകാരം നിൻ്റെ മേലുണ്ട്. അത് മാറ്റാൻ എനിക്ക് കഴിയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് പ്രിയരെ ആത്മീയരുടെ ഏറ്റവും വലിയ സന്തോഷം. അവർ ഹല്ലേലൂയ പാടുന്നതിൻ്റെ രഹസ്യം അതാണ്. എന്നെ മാറ്റാൻ മറിക്കുന്ന ഒരു ശക്തി സ്വർഗത്തിലുണ്ട്, അത് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇതാ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ സമർപ്പണം കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തോട് ഒരു പ്രാഗൽഭ്യമുള്ള ഹൃദയമുണ്ട്? കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ മുന്നാലെ വരുന്നു, ഞാൻ നിൻ്റെ വചനത്തിന് മുമ്പിൽ ഞാൻ കീഴ്പ്പെടുന്നു. ദൈവം ഒരിക്കലും സാധിക്കാത്ത കാര്യം പറയില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിക്കാനുള്ള കൃപ കൂടെ അതിൻ്റെ കൂടെ കൊടുക്കും. എന്താ കൃപ എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പൂർണ്ണമായിട്ട് വേർതിരിക്കപ്പെട്ട ഹൃദയത്തിൽ എല്ലാ കാര്യവും സാധിക്കും. ഇത് പറഞ്ഞാൽ എന്നെയും കല്ലെറിയും, അതും എനിക്കറിയാം. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയനോട് എങ്ങനെയായിരിക്കും? കർത്താവ് പറഞ്ഞാൽ എങ്ങനെയാണ്? സത്യം എവിടെ പറഞ്ഞാലും എതിർപ്പ് വരും. കാരണം ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുകൊടുത്തതാണ്. അതുകൊണ്ട് എനിക്കതിനകത്തൊരു പേടിയില്ല. പക്ഷെ നിങ്ങൾ ഈ മനോഹരമായ അനുഭവം നിങ്ങൾ നേടിയെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം നിങ്ങളുടെ പിന്നാലെ വരികയാണ്. ഈ കാലഘട്ടം കഴിഞ്ഞാൽ സാധിക്കില്ല പ്രിയരെ. പ്രായം കൂടുന്തോറും നമ്മുടെ ഹൃദയം കഠിനമാകും, നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റില്ല. നമ്മുടെ പിതാക്കന്മാരെയൊക്കെ നോക്കിയാൽ അറിയാം, അവരവരുടെ ആ ആത്മീയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ പ്രിയരെ, ഈ ദൈവത്തിനോട് ഇടറാതെ കീഴ്പ്പെടുക, വിനയപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. ഒരു നല്ല ജീവിതം ഇവിടെയും നിത്യയിലും നമുക്ക് നേടിയെടുക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.